ഇവിടെ ഒരു സോഫ്റ്റ്വെയർ കമ്പനി നെക്ടർ സിസ്റ്റംസ് എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് സെറ്റപ്പ് ചെയ്തു. നെക്ടർ സിസ്റ്റംസ്. അപ്പോൾ നമ്മൾ പ്രോഡക്ട്സ് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള എന്താണെന്നൊന്നും ക്ലാരിറ്റി ഇല്ല. നമ്മളൊരു ചെറിയ 5 മെമ്പർ ടീമിനേക്ക് ഇവിടെ വെച്ചിട്ട് അപ്പോൾ എൻ്റെ സാലറി വെച്ച് തന്നെ അത് ഫണ്ട് ചെയ്യാം എന്നുള്ള. അപ്പോൾ വളരെ എഫിഷ്യൻ്റ് ആകാൻ വേണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ വേറെ എക്സ്പെൻസസ്, ഞാനൊരു അപ്പാർട്ട്മെന്റിലുള്ള വേറെ കുറേ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഷെയർ ചെയ്ത്, അപ്പോൾ ലിവിങ് എക്സ്പെൻസ് ആണ് ഏറ്റവും വലിയ എക്സ്പെൻസ് നമ്മൾ US നമ്മൾ നോക്കുമ്പോൾ. ഇപ്പോഴും ആക്ച്വലി അത് തന്നെയല്ല, ഇപ്പോഴും അത് തന്നെയാണ്. അപ്പോൾ അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 7 പേരുമായിട്ട് അന്ന് അങ്ങനെയൊന്നും ഷെയർ ചെയ്യാൻ പാടില്ല എന്നാണ്. ബട്ട് നമ്മൾ ജനറലി ആ സമയത്തൊക്കെ വരുമ്പോൾ അപ്പോൾ അങ്ങനെ ലിവിങ് എക്സ്പെൻസസ് കുറച്ച് കാരണം മാക്സിമം സാലറി കിട്ടുന്നത് വളരെ ചെറിയ സാലറിയാണ്, ബട്ട് കിട്ടുന്ന മുഴുവൻ ഇങ്ങോട്ടേക്കുമായിരുന്നു. ബേസിക്കലി മൈ അക്കൗണ്ട് വാസ് എ കോൺട്യൂട്ട്. അവിടെ നിന്ന് മണി കളക്ട് ചെയ്ത് നേരെ ഇങ്ങോട്ട് അയക്കുന്നു എവറി മന്ത്. അങ്ങനെ ചെയ്ത് നമ്മൾ ഇങ്ങനെ 1-2 ഐഡിയാസ് ഒക്കെ ചെയ്തു. നമ്മളൊരു മൾട്ടി ലിംഗ്വൽ ചാറ്റ് ഒരു പ്രോഡക്റ്റായിട്ട് ഇവിടത്തേക്ക് നമ്മൾ, അതായത് ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും നമുക്ക് ചാറ്റ് ചെയ്യാം. അപ്പുറത്ത് അത് കൺവേർട്ട് ചെയ്ത് ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും അങ്ങനെ സംഭവം ബാക്ക് ഇൻ 90s നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. വർക്കൗട്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ള വി ഡിഡ് ബിൽഡ് അങ്ങനെ. അപ്പോൾ അങ്ങനെ ചെയ്യാം. സിലിക്കൺ വാലിയിൽ ഇങ്ങനെ ഒരുപാട് AOLന്റെ ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു, ICQ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമ്മൾ ഇന്ത്യ ഫോക്കസ്ഡ് ആയിട്ട് അപ്പം വേറെ ലാംഗ്വേജസ് ഉണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി ഗുഡ് നേറ്റീവ്ലി. അപ്പോൾ നമ്മളൊരു ട്രാൻസ്ലിട്രേഷൻ എല്ലാം ചെയ്തായിരുന്നു അതിനുള്ള സോഫ്റ്റ്വെയർ അല്ല. അപ്പോൾ ഈ ഗ്രോത്ത്, പക്ഷെ ടീം പെട്ടെന്ന് 5 തുടങ്ങിയെങ്കിലും ടീം പെട്ടെന്ന് 10 ആയി. ഇങ്ങനെ നമ്മൾ ഹയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ റവന്യൂ ഉണ്ട്. അപ്പോൾ റവന്യൂ ഒന്നും ഇല്ല. എൻ്റെ സാലറി ആണ് ബേസിക്കലി. ഞാൻ BCസിനൊക്കെ അയച്ചിട്ടുണ്ട്, മെയിലെല്ലാം അയച്ചിട്ടുണ്ട്. പക്ഷേ ഇറ്റ് വാസ് നോട്ട് എ ക്ലിയർ കൺസൈസ് ഐഡിയ. ജനറലി മൂവ്ഡ് ബൈ ദ പാഷൻ ടു ക്രിയേറ്റ് സംതിങ്, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ നമ്മുടെ സാലറി ഉണ്ട്, അത് വെച്ച് ഫണ്ട് ചെയ്യാന്നുള്ള കോൺഫിഡൻസ്. അപ്പോൾ 5 ടീം മെമ്പേഴ്സ് 10 പോകേണ്ടി വന്നപ്പോഴത്തേക്കും ഒരു സാലറി കൊണ്ട് നടക്കത്തില്ല. അപ്പോൾ കുറെ പേരുടെ ചോദിച്ചിട്ട് അവസാനം ഐ ഫിഗർഡ് ദ ഈസിയസ്റ്റ് വേ ടു ഡു ഇറ്റ് ഈസ് ടേക്ക് വൺ മോർ ജോബ്. അപ്പോൾ അന്ന് കാരണം കൺസൾട്ടിങ് ആയത് കാരണം ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം എൻ്റെ 8 hour ജോബെല്ലാം ഞാനൊരു 5.5 hours തീർക്കുമായിരുന്നു. അപ്പോൾ ദർ വാസ് പ്ലെന്റി ഓഫ് ടൈം. അപ്പോൾ അവര് ദേ ജസ്റ്റ് ലുക്ക് അറ്റ് ദ വർക്ക് ദാറ്റ് യു ഡു. അപ്പോൾ അതുകൊണ്ട് ആ റെപ്യൂട്ടേഷൻ അവിടെ ഉണ്ടായിരുന്ന കാരണം മൾട്ടിപ്പിൾ ജോബ്സ്. അപ്പോൾ പക്ഷെ ജോബ് കണ്ടുപിടിക്കണം. അപ്പോൾ ലക്ലി അവിടെ പരിചയമൊന്നും ഇല്ല ആരെയും വേറെ. അപ്പോൾ എൻ്റെ ഒരു കോളീഗ് ആ സമയത്ത് ലീവ് ചെയ്തിട്ട് വേറൊരു കമ്പനിയിൽ പോയി. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്തൊന്ന് ചോദിച്ചു, എനിക്ക് എൻ്റെ ഒരു നീഡ് പറഞ്ഞു, ഇങ്ങനെ ഒരു നീഡുണ്ട്, എനിക്കൊരു ടീമുണ്ട്, പക്ഷേ സപ്പോർട്ട് ചെയ്യാൻ മാർഗമില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇന്ന് വൈകിട്ടൊന്ന് വരികയാണെങ്കിൽ, ഇത് ഞാൻ രാവിലെയാണ് വിളിച്ച് പറയുന്നത്, വൈകിട്ട് വരികയാണെങ്കിൽ ഞാൻ നമ്മുടെ മാനേജറിനെ പരിചയപ്പെടുത്തരാം. അപ്പോൾ അന്ന് വൈകിട്ട് ചെന്നപ്പോഴത്തേക്കും ഒരു ജോലി അവർ തന്നു. അപ്പോൾ അങ്ങനെ 2 ജോബായി. ആ 2 ജോബ് വെച്ച് നമ്മൾ കുറച്ച് നാളും കൂടെ ഒന്ന് ഓടി. അപ്പോഴത്തേക്കും ടീം ഇങ്ങനെ നാച്ചുറലി ഇതൊരു ലിവിങ് ഓർഗനിസം പോലെയാണ്. ടീംസ് ജനറലി ഒരിക്കലും ഷ്രിങ്ക് ചെയ്ത് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. എപ്പോഴും ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അടുത്തൊരു 5 മെമ്പർ ടീമിനെ കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മാർഗമില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എത്ര മാസം ഒരു എൻഗോൾ ഉണ്ടായിരുന്നു ഇത്ര സമയത്തിനുള്ളിൽ? അതെ, ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്തു ആ സമയത്ത്. ഇങ്ങനെ ഒരു ഐഡിയ മാത്രമല്ല, പല ഐഡിയാസ് ഇങ്ങനെ ട്രൈ ചെയ്ത് എന്തെങ്കിലുമൊക്കെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ പാരലായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഐഡിയ ആണ് stamps.com എന്ന് പറയുന്നത്. stamps.com. അപ്പോൾ അതും ഇങ്ങനെ പാരലായിട്ട് പോവാണ്. പിന്നെ ഒരു 3ാമത്തെ ഒരു ജോബ് കൂടെ എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരു 6 to 11:30 അതാണ് ഫസ്റ്റ് ജോബ്. അപ്പോൾ അതൊരു 40 minutes ഡ്രൈവ് ഉണ്ട്. സിലിക്കൺ വാലിയിൽ ഫെലിക്സിന് അറിയാമല്ലോ, അതായത് നമ്മളൊരു ട്രയാങ്കിൾ പോലെയാണ്. അപ്പോൾ ഈസ്റ്റ് ബേ, വെസ്റ്റ് ബേ, ബേ ഏരിയ, പിന്നെ സൗത്ത് ബേ. അപ്പോൾ രാവിലെ സൗത്ത് ബേയിൽ നമ്മൾ ക്യൂപ്പർട്ടിനോയിലാണ് താമസിക്കുന്നത്. ക്യൂപ്പർട്ടിനോ ആപ്പിളിൻ്റെ ക്യാമ്പസിൻ്റെ അടുത്ത്. അപ്പം അവിടെ നിന്ന് നേരെ പ്ലസൻറ്റൻ വരെ ഒരു ഡ്രൈവ്, അവിടെ നിന്ന് തിരിച്ച് ക്യൂപ്പർട്ടിനോയിൽ വരും, HP വർക്ക്. അത് കഴിഞ്ഞ് തിരിച്ച് ബർലിംഗേം, മറ്റേ ഡയറക്ഷനിലും. അങ്ങനെ ഒരു
ഒരു 1.5 വർഷത്തോളം അങ്ങനെ ചെയ്തു. ഇരുമൂഴില് ഈ ഒരു മൂഡ്. സ്ഥലത്ത് ജോബ് ചെയ്തു. ആ. അപ്പോഴത്തെ കമ്പനി അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കടമുണ്ടായിരുന്നല്ലോ, അതെല്ലാം പേ ഓഫ് ചെയ്യാൻ പറ്റി. ഇത് ഈ ഫസ്റ്റ് മറ്റേ ഹാർഡ്വെയറിന്റെ ഹാർഡ്വെയറിന്റെ ഒക്കെ ശരിക്കും പറഞ്ഞാൽ അതൊരു $50,000 ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. ഡോളേഴ്സ് അന്ന സമയത്ത് അന്ന് 50,000 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആഫ്റ്റർ ടാക്സ് മണി വെച്ച് നമ്മൾ അത് പേ ഓഫ് ചെയ്യണമെങ്കിൽ 2 വർഷം എടുക്കും. ഇങ്ങനെ 3 ജോബൊക്കെ ഉണ്ടായിരുന്ന കാരണം നല്ല ക്യാഷ് വരുന്നുണ്ടായിരുന്നു. അപ്പം അത് വെച്ച് ഇതെല്ലാം ചെയ്തു. ഓക്കെ. ലക്ലി ആ പ്രോസസ്സിൽ stamps.com വാസ് എ ഗുഡ് ഐഡിയ. അപ്പം നമ്മൾ അതിൻ്റെ കുറേ വർക്കെല്ലാം ഇവിടെ നമ്മുടെ ടീമിനെ കൊണ്ട് ചെയ്യിച്ചു.